What's up people, welcome back to another vlog. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് മഹീന്ദ്ര 2 വീലേഴ്സിൻ്റെ ഷോറൂമിലാണ് നമ്മുടെ ആലുവയിലുള്ളത്. അപ്പോൾ അത് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടി തന്നെയാണിത്. അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് വെച്ചാൽ മോജോയുടെ ABS മോഡൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് റിവ്യൂവും ടെസ്റ്റ് റൈഡ് റിവ്യൂവും ചെയ്യാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നേക്കണത്. അപ്പോൾ നമുക്ക് ആദ്യം കയറി വണ്ടി കാണാം. ഇതാണ് നമ്മുടെ മോജോ ABS. ഇത് ഒരു പ്രോട്ടോടൈപ്പ് മോഡലാണ്, ഫുള്ളി ഫോംഡ് മോഡലല്ല. ഇത് ഇനിയും ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാണ്ട്. അപ്പോൾ മോജോനെ പറ്റി പറഞ്ഞാൽ മോജോ ശരിക്കും രണ്ട് മോഡലുണ്ടായി, XT300ഉം UT300ഉം. അപ്പോൾ ഞാൻ ആ രണ്ട് മോഡൽ ഇവിടെ ഇരിപ്പുണ്ട്. ആ രണ്ട് മോഡൽ ആദ്യം കാണിച്ചു തരാം. ഇതാണ് XT300. അപ്പോൾ XT300ൻ്റെ മെയിൻ നമുക്ക് വ്യത്യാസം UT-നേക്കാളും ഫ്രണ്ടിൽ അപ്സൈഡ് ഡൗൺ, ആ ഗോൾഡൻ കളർ അപ്സൈഡ് ഡൗൺ ഫോക്സും, പിന്നെ ബാക്കിൽ ഡുവൽ എക്സോസ്റ്റ് XT300 വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. UT300 ആണ്. നിങ്ങൾക്ക് ആ പുറത്തിരിക്കാൻ കാണാൻ പറ്റും. അതിൻ്റെ ഫ്രണ്ടിൽ അപ്സൈഡ് ഡൗൺ അല്ല, ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. പിന്നെ ബാക്കിൽ സിംഗിൾ എക്സോസ്റ്റാണ് ഉള്ളതിന്. അപ്പോൾ അതാണ് ഇത് രണ്ടിൻ്റെയും വ്യത്യാസം. പിന്നെ അത് കാർബറേറ്ററാണ്. അപ്പോൾ ഇതായിരുന്നു രണ്ട് മോഡൽ മോജോയുടെ ഉണ്ടായത്. അപ്പോൾ ഇനി മുതൽ മോജോയ്ക്ക് ഈ ഒരു ഒറ്റ മോഡലേ ഉള്ളൂ. അതായത് നമ്മുടെ അപ്സൈഡ് ഡൗൺ, ആ ഫ്രണ്ടിലത്തെ ഗോൾഡൻ കളർ സസ്പെൻഷൻ, ആ ഫോക്സ് അത് മാറ്റി ഇപ്പോൾ അതിൽ UT-യുടെ സസ്പെൻഷനാണ്. അത് കൂടാണ്ട് സിംഗിൾ എക്സോസ്റ്റ് ആക്കിയത്. അപ്പോൾ ഇനി സിംഗിൾ എക്സോസ്റ്റ് വണ്ടിയേ ഉള്ളൂ. പിന്നെ ഇതിൽ കാർബല്ല, FI വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ XT-യുടെ അതേ FI സീരീസാണ് ഇപ്പോൾ ഇനി പുതിയ വണ്ടിക്ക് വന്നത്. അപ്പോൾ നമുക്കിനി വണ്ടി കാണാം. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. വണ്ടിയുടെ ലുക്ക് വലിയ വ്യത്യാസപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഫ്രണ്ടിൽ നിന്ന് അത് തന്നെ ആ ഡുവൽ ഹെഡ് ലാമ്പ് തന്നെയാണ് വന്നേക്കണേ. ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊന്നും വലിയ വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമുക്ക് നോക്കാൻ പോയാൽ സസ്പെൻഷൻ, ഫ്രണ്ട് സസ്പെൻഷൻ അത് വന്നേക്കണ 41mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വന്നേക്കണത്. അതാണ് നമ്മുടെ പുതിയ മോജോയിൽ വന്ന സസ്പെൻഷൻ. പിന്നെ നമ്മൾ ടയർ നോക്കുവാണെങ്കിൽ പണ്ട് വന്നുകൊണ്ടിരുന്നത് പിർലിയുടെ റോസോ 2ഉം പിന്നെ MRF-ൻ്റെ ടയേഴ്സാണ് മോജോന് വന്നത്. ഇപ്പോൾ പിർലിയുടെ ഏഞ്ചൽ CT എന്ന് പറഞ്ഞ ടയറാണ് വന്നേക്കണേ. പിന്നെ നമ്മൾ ഡിസ്ക് നോക്കാൻ പോയാൽ 320mm പെറ്റൽ ഡിസ്ക്കാണ്. അപ്പോൾ അതിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ മെയിൻ ഡുവൽ ചാനൽ ABS ആണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. പുതിയ വണ്ടിയിൽ ഇനി മുതൽ ഡുവൽ ചാനൽ ABS ഉണ്ടാകുന്നതായിരിക്കും. ഇപ്പോൾ എൻജിൻ സൈഡ് നോക്കാൻ പോയാൽ 294cc 27 bhp at 8500 RPM, 30 Nm ടോർക്ക് അറ്റ് 5500 RPM ആണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വന്നത്. പിന്നെ വണ്ടി നമ്മൾ ലിക്വിഡ് കൂൾഡാണ്. റേഡിയേറ്റർ ഉണ്ട്, റേഡിയേറ്റർ ഫാനും ഉണ്ട്. അത് പഴയ ആ ഒരു മോജോയുടെ സെറ്റപ്പ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കാൻ പോയാൽ 165mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അതായത് നമ്മുടെ UT300ൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇപ്പോൾ ഈ മോജോയ്ക്ക് ഉള്ളത്. പിന്നെ നമ്മുടെ ബാക്ക് ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടർ നമ്മൾ നോക്കാൻ പോയാൽ ഇതും ഒരു പീസായിട്ട് ഇങ്ങനെ ഗാർഡ് ചെയ്ത് വെച്ചേക്കണേണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. കാര്യം ഒന്നും കല്ലും കാര്യങ്ങളൊന്നും തെറിച്ചൊന്നും നമ്മളിങ്ങനെ ഇടിച്ച് മാസ്റ്റർ സിലിണ്ടറിന് വലിയ പ്രശ്നമൊന്നും, വലിയ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. ഇതൊരു നല്ലൊരു പീസാണ് ഇവിടെ കൊടുത്തേക്കണത്. പിന്നെ സിംഗിൾ എക്സോസ്റ്റ് ഇതിൻ്റെ UT-ക്ക് തന്നെ അതേ ടൈപ്പ് സിംഗിൾ എക്സോസ്റ്റാണ് ഇതിന് കൊടുത്തേക്കണത്. പിന്നെ റിയറിൽ 240mm ഡിസ്ക്കാണ് വന്നേക്കണത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, ഇതിന് മുമ്പത്തെ മോജോയിന് വന്നുകൊണ്ടിരുന്നത് നമ്മുടെ ജേജുവാൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അതായത് ബ്രേക്ക് കാലിപ്പേഴ്സ് എല്ലാം ജേജുവാൻ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഇപ്പോൾ ഇതിന് വന്നേക്കുന്നത് ബൈബ്രയുടെയാണ്. ബൈബ്രയുടെ ബ്രേക്ക് സിസ്റ്റമാണ് വന്നേക്കണത്. പിന്നെ ABS ഉണ്ട്, ഡുവൽ ചാനൽ ABS ഉണ്ട്. പിന്നെ നമ്മുടെ ബാക്ക് ടയറിൻ്റെ സൈസ് ഇത്തിരി വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ വന്നത് 150mm ആയിരുന്നു. ഇപ്പോൾ 140/70 ടയറാണ്, ഏഞ്ചൽ CT-യുടെ ടയറാണ് പുതിയ മോജോന് വന്നേക്കണേ. പിന്നെ ഇതാണ് ബാക്കിൽ നിന്നുള്ള ലുക്ക്. ബാക്കിൽ നിന്നുള്ള ലുക്കിന് വലിയ വ്യത്യാസമൊന്നും പെടുത്തിയിട്ടില്ല. അതേ ചെറിയൊരു LED ടൈൽ ലാമ്പാണ് കൊടുത്തേക്കണത്. പിന്നെ ഇവിടെ മഹീന്ദ്രയുടെ ഒരു എംബ്ലം തന്നെയുണ്ട്. പിന്നെ നമ്മുടെ ബൾബ് ഇൻഡിക്കേറ്റേഴ്സ്, താഴെ നമ്പർ പ്ലേറ്റ് ഹോൾഡറും. ഇതാണ് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള ലുക്ക്. അപ്പോൾ ബാക്കിൽ നിന്നുള്ള ലുക്കിന് വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് പോയാൽ നമ്മുടെ സെയിം ഹോണ്ടയുടെ പോലെ തന്നെ ഒരു വലിയൊരു ബാർബിക്യൂ ഗ്രില്ല് പോലത്തെ ഒരു സാരി കാർഡ് കൊടുത്തിട്ടുണ്ട് ഇതിന്. പിന്നെ ചെയിൻ സ്പ്രോക്കറ്റും നമ്മുടെ ബാക്ക് സ്പ്രോക്കറ്റ് നമ്മുടെ XT-യിൽ വന്നുകൊണ്ടിരുന്നത് തന്നെയാണ്. UT-യുടെ സ്പ്രോക്കറ്റ് അല്ല ഇട്ടേക്കണേ. കാര്യം UT-യുടെ സ്പ്രോക്കറ്റിന് ഒരു ടീത്ത് കൂടുതലാണ്. ഇത് XT-യുടെ സ്പ്രോക്കറ്റാണ് ബാക്കിൽ, ഇത് റിയറിൽ ഇതിന് വന്നേക്കണേ.
പിന്നെ നമ്മൾ ഗിയർ സിസ്റ്റത്തിലേക്ക് നോക്കാൻ പോയാൽ 6 സ്പീഡ് ഗിയർ ബോക്സ് സെയിം പഴയ മോജോയിൽ വന്ന അതേ സിസ്റ്റം തന്നെയാണ് ഇതിലും വന്നേക്കണേ. പിന്നെ റിയറിൽ മോണോഷോക്ക് സസ്പെൻഷൻ പുറത്തേക്ക് വിസിബിളൊന്നുമല്ല, ഫുള്ളി കവേർഡായിട്ടാണ് ഒരു സസ്പെൻഷൻ അവർ സെറ്റ് ചെയ്തേക്കണം ഇതിൻ്റെ അകത്ത്. യെസ്, അപ്പോൾ നമുക്കിനി മേളിലേക്ക് നോക്കാം. അപ്പോൾ സീറ്റ് നോക്കാം. നമുക്ക് സീറ്റ് ഇതിന് വന്നേക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ലാസ്റ്റ് മോഡൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഈ ഫ്രണ്ട് സീറ്റ് ഇത്തിരി കൂടെ ഫ്ലാറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇരിക്കാൻ ഹൈറ്റ് കുറഞ്ഞവർക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ഇപ്രാവശ്യം അവർ ഇറക്കിയേക്കണത് ഫസ്റ്റ് മോഡൽ മോജോയുടെ ടൈപ്പ് സീറ്റാണ്. ഇത്തിരി കൂടെ കേർവ്ഡ് ആയിട്ടും ഇത്തിരി കൂടെ ഷേപ്പിലുള്ളൊരു സീറ്റാണ് ഇറക്കിയേക്കണത്. പിന്നെ ബാക്കിലത്തെ പില്യൺ സീറ്റ് ആയാലും അത്യാവശ്യം വൈഡായിട്ടാണ് ഇറക്കിയേക്കണത്. അപ്പോൾ ഇത് പില്യൺ കംഫർട്ടും നല്ല രീതിയിൽ കൂടുതലായിരിക്കും പുതിയ മോജോയിൽ. പിന്നെ ഗ്രാബ് റെയിലായാലും അത്യാവശ്യം വലിയ ഗ്രാബ് റെയിലാണ്, നമുക്ക് അത്യാവശ്യം അത്യാവശ്യം ഫേമായിട്ടുള്ളൊരു ഗ്രാബ് റെയിലാണ് ഇതിന് കൊടുത്തേക്കണേ. പിന്നെ ടാങ്ക് സെയിം പഴയ ടാങ്ക് തന്നെ, 21 ലിറ്ററിൻ്റെ ടാങ്ക് തന്നെയാണ് വന്നേക്കണേ. അപ്പോൾ മൈലേജ് ഇതിൻ്റെ ഏകദേശം നമുക്ക് 30 to 33 ആണ് മൈലേജ് ഇതിന് പറയണേ. അപ്പോൾ നമുക്ക് സിറ്റിയിൽ ഏകദേശം ഒരു 29-30 ആ റേഞ്ച് കിട്ടും, ഹൈവേസിൽ ഒരു 35 ഒക്കെ കിട്ടും. അപ്പോൾ പിന്നെ ടാങ്കിൽ ഇതിൽ ഇവിടെ മോജോ എന്നുള്ള സിമ്പലും ഉണ്ട്. പിന്നെ ഇവിടെയാണ് സൈഡിലായിട്ടാണ് മഹീന്ദ്ര എന്ന് എഴുതിയേക്കണേ. ഈ ഒരു എംബ്ലം മാത്രമേ ഈ വണ്ടിക്ക് മോജോ എന്നായിട്ടുള്ളൂ. യെസ്, അപ്പോൾ നമുക്ക് വണ്ടിയിലൊന്ന് കയറി ചെയ്ത് നോക്കാം. കയറി ഇരിക്കുമ്പോൾ തന്നെ വണ്ടിയുടെ വെയിറ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യും. വണ്ടിയുടെ വെയിറ്റ് തന്നെ 160 kg ആണ് വണ്ടിയുടെ വെയിറ്റ്. പിന്നെ അതുകൊണ്ടാണ് നമ്മുടെ സീറ്റ് ഹൈറ്റ് നോക്കുവാണെങ്കിൽ 814 mm ആണ്. ഞാൻ ഒരു 5'6" ആണ് എൻ്റെ ഹൈറ്റ്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഫ്ലാറ്റ് ഫുട്ടാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. സീറ്റായാലും നല്ല ഷേപ്പിലുള്ള സീറ്റാണ്. ടാങ്കിൻ്റെ ആ ഒരു ഷേപ്പായാലും നമ്മുടെ കാല് ശരിക്കും അകത്ത് ടക്കിനായിട്ടിരിക്കും. ആ ഷേപ്പിൽ നമുക്ക് സുഖമായിട്ട് ഇരിക്കാനും പറ്റും. പിന്നെ ഹാൻഡിൽ പൊസിഷൻ നമുക്ക് പഴയ മോജോയുടെ അതേ ഒരു പൊസിഷനാണ്, നല്ല അപ്രൈറ്റ് പൊസിഷനാണ്. ടൂറിങ്ങിന് പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു പൊസിഷനാണ് മോജോയുടെ വന്നത്. അപ്പോൾ ഞാൻ മീറ്റർ ഒന്ന് ഓണാക്കി കാണിക്കാം. ഇതാണ് മോജോയുടെ മീറ്റർ. മോജോയുടെ മീറ്റർ നല്ലൊരു മീറ്ററാണ്. നമുക്കിവിടെ RPM മീറ്റർ ആയാലും ഇത് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ അതിൻ്റെ ലൈറ്റ് ഫോളോ ചെയ്യണതുമുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ABS ലൈറ്റും ഉണ്ട്. പിന്നെ താഴെ നമുക്ക് ഓഡോമീറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ 2 ട്രിപ്പ് മീറ്റർ ഉണ്ട്, ട്രിപ്പ് A ട്രിപ്പ് B. പിന്നെ ഇവിടെ ഫ്യൂവലും പിന്നെ സമയവും കാണിക്കും. പിന്നെ ഇവിടെ ഒരു RPM ലിമിറ്റിൻ്റെ ഒരു ലൈറ്റും കൂടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് 0 to 100 സ്പീഡ് എത്ര നേരം കൊണ്ട് കയറി, എത്ര സെക്കൻഡ് കൊണ്ട് കയറിയെന്നും പിന്നെ നമ്മുടെ ലാപ്പ് ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഈ 2 ബട്ടൺ കൊണ്ട് ഞെക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഇത് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് ബട്ടൺ ഞെക്കുമ്പോൾ കറക്റ്റ് നമുക്ക് 0 to 100 എത്ര സെക്കൻഡ് കൊണ്ട് കയറിയതൊക്കെ നമുക്ക് കറക്റ്റ് ഇതിൽ ഡിസ്പ്ലേ വരും. പിന്നെ ഇത് 500 മീറ്റർ റണ്ണിൻ്റെ എത്ര സമയം കൊണ്ട് നമ്മൾ 500 മീറ്റർ കവർ ചെയ്തു കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും. ഇത് പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓഫ് ചെയ്താൽ പിന്നെ രണ്ടാമത് ഓൺ ചെയ്യുമ്പോഴത്തേക്കും അത് പഴയ സെറ്റപ്പിൽ തന്നെ വരും. പിന്നെ ഇവിടെ ന്യൂട്രൽ ലൈറ്റും ഇൻഡിക്കേറ്ററും എൻജിൻ ലൈറ്റും എല്ലാം ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ മീറ്റർ.